BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. KPCC അധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാകുന്നതിനിടെ തനിക്കു കൂടി അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തിയിരിക്കുകയാണ്. തന്നെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഹൈക്കമാൻഡ് നേതൃത്വത്തെ ഇതിനോടകം തന്നെ ആവശ്യം അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയിലെ ജാതി സമവാക്യങ്ങൾ മാത്രം നോക്കി അധ്യക്ഷനെ തീരുമാനിക്കുന്ന നിലവിലെ പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് ഉണ്ണിത്താൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അർഹതയും യോഗ്യതയും പാർട്ടിയിലെ പ്രവർത്തന പരിചയവും മാത്രമായിരിക്കണം അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡമാകേണ്ടതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ 1978 മുതലുള്ള തന്റെ പ്രവർത്തന പാരമ്പര്യം ഹൈക്കമാൻഡ് പരിഗണിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. സംഘടനാ തലപ്പത്തേക്ക് ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ ജാതി സമുദായ സമവാക്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് പാർട്ടിയുടെ വളർച്ചയെ ബാധിക്കുമെന്നാണ് ഉണ്ണിത്താന്റെ നിലപാട്. അതേസമയം ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കും സമുദായ സമവാക്യങ്ങൾക്കും അപ്പുറം പ്രവർത്തിക്കുന്ന നേതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് തയ്യാറാകണമെന്നും ഉണ്ണിത്താൻ ഇതോടൊപ്പം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ KPCC അധ്യക്ഷൻ പദവിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഫ്ലെക്സ് ബോർഡ് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ഒരു പദവി എന്ന ആവശ്യമായാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. കോട്ടയം DCC ഓഫീസിന് മുന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. MP-മാരും MLA-മാരും മണ്ഡലം ശ്രദ്ധിക്കട്ടെ എന്നും KPCCക്ക് വേണ്ടത് മുഴുവൻ സമയമായ പ്രസിഡന്റിനെയാണെന്നുമാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. നിലവിൽ ചില MP-മാരെയും MLA-മാരെയും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനിടെയാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കോട്ടയത്ത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരം ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്ഥാനത്തിനായി കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിലടക്കം രാജ്മോഹന് ആവശ്യമുന്നയിച്ചതായാണ് വിവരം. അധ്യക്ഷൻ ചർച്ചകൾ ഇത്തരത്തിൽ സജീവമാകുന്ന സമയത്ത് ഹൈക്കമാൻഡ് ആരെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുമെന്നത് കോൺഗ്രസിന്റെ ഭാവി സംഘടനാ രാഷ്ട്രീയത്തിന് നിർണായകമാകുമെന്നതാണ് വിലയിരുത്തൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.